ഹായ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായി വീട്ടിൽ കിട്ടുന്ന 3 സാധനം വെച്ചിട്ടുള്ള നാച്ചുറൽ ഫേസ് പാക്കാണ്. അതിനു വേണ്ടി ആദ്യം ഇതുപോലൊരു തക്കാളിയാണ്. തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിലിടുക. എന്നിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ്. 2 സ്പൂണ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ പാലാണ്. പാല് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4, അതിനനുസരിച്ചിട്ട് കട്ടിക്കനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. 3 കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പാക്ക് സ്കിന്ന് സോഫ്റ്റ് ആകാനും ഡ്രൈനെസ് കുറക്കാനും നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഒരു അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, ഞാൻ ഇട്ട് നോക്കിയിട്ട് തന്നെ എനിക്ക് അത്രയും ഫലം കണ്ടപ്പോഴാണ് എനിക്ക് ഞാൻ തന്നെ അന്തം വിട്ടുപോയി എൻ്റെ റിസൾട്ട് കണ്ടിട്ട്. അപ്പോൾ നാച്ചുറൽ ഗ്ലോ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഏത് ഫേസ് പാക്ക് ചെയ്യുമ്പോഴും ആദ്യം കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ് ഫേസിൽ ചെയ്യുള്ളൂ. ആദ്യം വേറെ ഏതെങ്കിലും ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിലിടാൻ. കാരണം എല്ലാവരുടെയും ഒരേ സ്കിന്നല്ല, പല ആളുകളുടെയും പല ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് ഇച്ചോ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം കയ്യിൽ പാച്ച് ടെസ്റ്റ് നടത്തുക. എന്നിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കയ്യിൽ വെച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. തക്കാളിയിലുള്ള നാച്ചുറൽ ഗുണങ്ങൾ നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആക്കാൻ സഹായിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാല് നമ്മുടെ സ്കിന്നിന് നല്ല മൃദുവാക്കാനും ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നിനെ ഡെഡ് സ്കിന്നൊക്കെ നീക്കം ചെയ്തിട്ട് സ്കിന്ന് നല്ല സ്മൂത്താകാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് അത്. അപ്പോൾ ഇത് 3 നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. അതേപോലെ പേടിക്കാതെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. ഇപ്പോൾ ഞാൻ കൈയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം എൻ്റെ കൈ ഡിഫറെൻ്റ് ഉണ്ടോ അല്ലയോ എന്ന്. അപ്പോൾ ഇതാണ്. അപ്പോൾ കയ്യിൽ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഫേസിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിയെടുത്തപ്പോൾ എനിക്ക് കഴുത്തിൽ തന്നെ നല്ലൊരു ഡിഫറെൻ്റ് തോന്നി. അത് തേൽക്കാത്ത ഭാഗവും തേച്ച ഭാഗവും നല്ലൊരു ഡിഫറെൻ്റായി തോന്നി. നല്ല റിയലി അമേസിങ് റിസൾട്ടാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല, അത്രയും സൂപ്പറാണ്. നല്ലൊരു ഗ്ലോവും കളറും എല്ലാം കിട്ടിയതുപോലെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.